ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ. പ്രിയ വിഷ്ണു ഭക്തരെ, ഇന്ന് നമുക്ക് മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ ശ്രീ പരശുരാമാവതാരം. ഒരു കാലത്ത് ഭൂമിയിൽ അഹങ്കാരികളായ അനേകം രാജാക്കന്മാർ വർദ്ധിച്ചു വന്നു. സത്യം, ധർമ്മം മുതലായ നല്ല കാര്യങ്ങൾ അവർക്ക് തീരെ ശ്രദ്ധയില്ലാതെയായി. അങ്ങനെയുള്ള ദുർജനങ്ങൾ പെരുത്തു വന്നതുകൊണ്ട് ഭൂമിദേവിക്ക് വലിയ ഭാരം തോന്നി. സർവേശ്വരനായ മഹാവിഷ്ണു ഭൂമിദേവിയുടെ സങ്കടം ശമിപ്പിക്കുവാൻ തീരുമാനിച്ചു. അക്കാലത്ത് ജമദഗ്നി മഹർഷി അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി രേണുകാദേവിയോടുകൂടി നർമ്മദാ നദിയുടെ സമീപത്തുള്ള ആശ്രമത്തിൽ വസിച്ചിരുന്നു. അവർക്ക് 6 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരുടെ 7ാമത്തെ പുത്രനായി സർവേശ്വരനായ മഹാവിഷ്ണു തന്നെ അവതരിച്ചു. ആ പുത്രന് അച്ഛനമ്മമാർ രാമൻ എന്ന് പേര് നിശ്ചയിച്ചു. ആ ബാലൻ ക്രമേണ വളർന്നു. എല്ലാ വിദ്യയും വേണ്ടതുപോലെ അഭ്യസിച്ചു. അദ്ദേഹം അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുന്ന വിഷയത്തിൽ താല്പര്യമുള്ളവനായിരുന്നു. ഒരു ദിവസം പുലർച്ചയിൽ രേണുകാദേവി ഒരു കുടവും എടുത്തുകൊണ്ട് നർമ്മദാ നദിയിൽ കുളിക്കുവാനായി പോയി. അപ്പോൾ കാർത്തവീര്യാർജുനൻ എന്ന രാജാവ് തൻ്റെ ഭാര്യമാരോടുകൂടി നദിയിൽ കുളിക്കുകയായിരുന്നു. അവർ ജലക്രീഡകൾ ചെയ്തുകൊണ്ടേയിരുന്നു. 1000 കൈകളോടുകൂടിയവനും വലിയ പ്രതാപമുള്ളവനും ആയ ഒരു രാജാവാണ് കാർത്തവീര്യാർജുനൻ. അദ്ദേഹം ഭാര്യമാരോടുകൂടി വളരെ നേരം ഈ നദിയിൽ ജലക്രീഡ ചെയ്തുകൊണ്ടേയിരുന്നു. അവർ പോകുന്നത് വരെ രേണുകാദേവിക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. ജലക്രീഡ കഴിഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നത് വരെ രേണുകാദേവി നദീതീരത്ത് തന്നെ നിൽക്കുവാനിടയായി. അത് കഴിഞ്ഞ് നദിയിലിറങ്ങി കുളിച്ച് കുടത്തിൽ വെള്ളവും എടുത്തുകൊണ്ട് ആശ്രമത്തിൽ ചെന്നപ്പോൾ നേരം വളരെയധികം വൈകി, നട്ടുച്ചയായിപ്പോയി. ജമദഗ്നി മഹർഷി തൻ്റെ ഭാര്യ ആറ്റിൽ കുളിച്ചിട്ട് മടങ്ങി വരുവാൻ ഇത്രയധികം താമസിച്ചതുകൊണ്ട് വളരെ ക്രോധവാനായി തീർന്നു. ഭയം കൊണ്ട് വിറച്ചുപോയ രേണുകാദേവി തനിക്ക് നേരിട്ട് പോയ അപരാധം ക്ഷമിക്കണേ എന്ന് ഭർത്താവിനോട് യാചിച്ചു. എന്നാൽ കോപം കൊണ്ട് മതിമറന്നുപോയ ജമദഗ്നി മഹർഷി തൻ്റെ പുത്രന്മാരെ വിളിച്ച് രേണുകാദേവിയെ വധിക്കുവാൻ ആജ്ഞാപിച്ചു. ആദ്യത്തെ 6 പുത്രന്മാരും അച്ഛൻ്റെ ആജ്ഞയ്ക്ക് വഴങ്ങിയില്ല. അതുനിമിത്തം മഹർഷി 7ാമത്തെ പുത്രനായ രാമനെ വിളിച്ച് രേണുകാദേവിയെ വധിക്കുവാൻ കൽപ്പിച്ചു. ഉടനെ രാമൻ ഒരു വാളുകൊണ്ട് മാതാവിൻ്റെ കഴുത്ത് ഛേദിച്ചു. തൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിച്ച രാമനോട് മഹർഷിക്ക് വലിയ സന്തോഷമുളവായി. ഉടനെ നിനക്ക് വേണ്ടതായ വരം ആവശ്യപ്പെട്ടുകൊള്ളുക എന്ന് മഹർഷി പറഞ്ഞു. അമ്മയെ ജീവിപ്പിച്ചു തരണം എന്നായിരുന്നു രാമൻ ആവശ്യപ്പെട്ടത്. മഹർഷി രേണുകാദേവിയെ ജീവിപ്പിച്ചു. സന്തോഷത്തോടുകൂടി മാതാവ് രാമനെ പുണർന്ന് ആശീർവദിച്ചു. കോപം ശമിച്ച ജമദഗ്നി മഹർഷി ഭാര്യയോടുകൂടി തൻ്റെ തപശ്ചര്യകൾ വേണ്ടതുപോലെ അനുഷ്ഠിച്ചുകൊണ്ട് കാലം നയിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ രാമൻ അച്ഛനമ്മമാരുടെ അനുവാദം വാങ്ങി അവിടെ നിന്ന് പുറപ്പെട്ട് കൈലാസ പർവ്വതത്തിൻ്റെ സമീപത്ത് ചെന്നു. ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിക്കുവാൻ തപസ് ചെയ്തു. അല്പകാലത്തെ തപസ്സുകൊണ്ട് സന്തുഷ്ടനായ ഭഗവാൻ രാമൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി അരുളി ചെയ്തു. രാമ, നിന്റെ തപോനിഷ്ഠ കൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞാൻ നിനക്ക് പരശു എന്ന ഒരു ആയുധവും മറ്റു വിധത്തിലുള്ള അസ്ത്രവിദ്യകളും തരുന്നുണ്ട്. ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് സജ്ജനങ്ങളെ രക്ഷിക്കുവാൻ നീ ഇത് പ്രവർത്തിപ്പിക്കുക. ഞാൻ തരുന്ന ഈ പരശു പാപകർമ്മം ചെയ്യുന്നവരെ നശിപ്പിക്കാൻ ഉതകുന്നതാണ്. ഇന്നു മുതൽ പരശുരാമൻ എന്ന പേര് നിനക്ക് പ്രസിദ്ധമായി തീരും. ഇഷ്ടം പോലെ എവിടെയും സഞ്ചരിക്കുവാനുള്ള ശക്തിയും നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. ഇപ്രകാരം വരം കൊടുത്ത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അവിടെ നിന്നു മറഞ്ഞു. ശിവൻ്റെ അനുഗ്രഹം സിദ്ധിച്ച
ശ്രീ പരശുരാമൻ സ്വർഗത്തിൽ ചെന്ന് ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാരെ ഓടിച്ചു ദേവന്മാർക്ക് രക്ഷ നൽകി. അതിനുശേഷം അദ്ദേഹം സ്വന്തം ആശ്രമത്തിൽ തിരിച്ചു വന്നു. അച്ഛനമ്മമാരോടുകൂടി കുറേ കാലം താമസിച്ചു. പിന്നെയും പരശുരാമൻ തീർത്ഥയാത്ര ചെയ്യാൻ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടു. പരശുരാമൻ ആശ്രമത്തിൽ ഇല്ലാതിരുന്ന സമയം ഒരു ദിവസം കാർത്തവീര്യാർജുനൻ അനേകം ഭടന്മാരോടുകൂടി കാട്ടിൽ നായാട്ട് ചെയ്തു. നട്ടുച്ച നേരത്ത് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. അപ്പോൾ ജമദഗ്നി ആ രാജാവിനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങൾക്കും വേണ്ട ആഹാരമെല്ലാം കൊടുത്തു സൽക്കരിച്ചു. ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുവാൻ ശക്തിയുള്ള കാമധേനുവിൻ്റെ മകളായ സുരഭി എന്ന ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിൻ്റെ മഹാത്മ്യം കൊണ്ടാണ് ജമദഗ്നി മഹർഷിക്ക് അവിടെ എത്തിയ അനേകം അതിഥികളെ സൽക്കരിക്കുവാൻ സാധിച്ചത്. ആ പശുവിൻ്റെ മഹാത്മ്യം അറിഞ്ഞ കാർത്തവീര്യാർജുനൻ അതിനെ തനിക്ക് തരണമെന്ന് മഹർഷിയോട് ആവശ്യപ്പെട്ടു. മഹർഷിക്ക് അത് സമ്മതമല്ലായിരുന്നു. ഉടനെ കോപാന്ധനായ കാർത്തവീര്യാർജുനൻ തൻ്റെ ഭടന്മാരെ കൊണ്ട് ജമദഗ്നി മഹർഷിയെ വധിച്ചു. പരശുരാമൻ തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് ആശ്രമത്തിൽ മടങ്ങി വന്നപ്പോൾ തൻ്റെ അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ് വിഷാദിച്ചു. ക്രോധം വർദ്ധിച്ച പരശുരാമൻ വീര്യാർജുനെയും ഭടന്മാരെയും വധിച്ചു. അന്നു മുതൽ ഭൂമിയിലുണ്ടായിരുന്ന അനേകം ദുഷ്ടന്മാരെ വധിക്കുവാൻ അദ്ദേഹം തീർച്ചയാക്കി. 21 വർഷക്കാലം ഇത് തുടർന്നു എന്നാണ് കഥ പറയുന്നത്. കുറേ കാലം കൊണ്ട് ദുഷ്ടന്മാരെയൊക്കെ വധിച്ച് സജ്ജനങ്ങൾക്ക് രക്ഷ നൽകി. പരശുരാമൻ കൃതകൃത്യനായി തീർന്നു. സമുദ്രത്തിൽ മുങ്ങിക്കിടന്ന കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള കേരളദേശം പരശുരാമൻ്റെ ഇച്ഛയനുസരിച്ച് സമുദ്ര രാജാവ് അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു. അങ്ങനെ കേരളഭൂമിക്ക് സകല ക്ഷേമങ്ങളും വർദ്ധിപ്പിച്ച് സജ്ജനങ്ങളെ സന്തോഷിപ്പിച്ചതിന് ശേഷം ശ്രീ പരശുരാമൻ വനത്തിൽ പോയി തപസ് ചെയ്തു കാലം നയിച്ചു. ഈ കഥ കേൾക്കുന്ന ഓരോരുത്തർക്കും ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ടാകും.